ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും പ്രണയത്തിലൂടെ തന്നെ അങ്ങോട്ട് ജീവിച്ചു തുടങ്ങുകയാണ്. രണ്ടുപേരും ഇപ്പോ ഒരുപാട് സന്തോഷത്തിലാണ്. കൺമണിയുടെ വീട് തിരിച്ചു കിട്ടിയതോടെ കൃഷും കൺമണിയും കൂടുതൽ അടുക്കുകയാണ്. കൃഷ് കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹമാണ് നീയെന്ന്. പക്ഷേ അതങ്ങനെയല്ല, നീ പറഞ്ഞത് തെറ്റാണ്. കാരണം ഞാനാണ് നിന്നിങ്ങനെ ചുറ്റി നിൽക്കുന്നത്, ഞാനാണ് നിന്നിൽ വലയം തീർത്തിരിക്കുന്നത്. അതിനി ഒരിക്കലും പൊട്ടിച്ചു കളയാൻ സാധിക്കില്ല. എന്നും എപ്പോഴും ഇങ്ങനെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് കൃഷി പറയുമ്പോ കൺമണി കൃഷിന്റെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കൃഷിയാണെങ്കിൽ അപ്പോ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ തന്നെ സന്തോഷമാവുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു കൈനോട്ടക്കാരി വരുന്നുണ്ട്. ആ കൈനോട്ടക്കാരി കൃഷിന്റെ കൈ നോക്കിയിട്ട് പറയുന്നുണ്ട്, മോന്റെ കാര്യം പറഞ്ഞാൽ ഒന്നുകിൽ അച്ഛൻ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ അച്ഛൻ എന്തോ അപകടം വരാൻ പോവുകയാണെന്ന് ആ കൈനോട്ടക്കാരി പറയുന്ന സമയത്ത് കൃഷും കൺമണിയും പരസ്പരം നോക്കുന്നുണ്ട്. ആ കൈനോട്ടക്കാരി പറയുന്നത് കേട്ടിട്ട് കൃഷിയും കൺമണിയും പരസ്പരം നോക്കുന്നുണ്ട്. രണ്ടുപേർക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ആകെ പേടിയാവുന്നുണ്ട്. വീണ്ടും കൃഷിന്റെ കൈ നോക്കിയിട്ട് ആ കൈനോട്ടക്കാരി പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ പോവാണ്. നിങ്ങളുടെ ശത്രുക്കൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അച്ഛനെ എന്തൊക്കെയോ ആപത്തുകൾ വരാൻ പോകുന്നുണ്ടെന്ന് കൈനോട്ടക്കാരി പറയുമ്പോ കൃഷും കൺമണിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം കൃഷിന് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അതെല്ലാം കേട്ടപ്പോ തന്റെ അച്ഛന് എന്തോ വരാൻ പോകുന്നുണ്ടെന്ന് കൃഷിന് തോന്നി തുടങ്ങുകയാണ്. കൃഷി എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ ശത്രുക്കൾ ആരുമില്ല, ആകെയുള്ള ഒരു ശത്രു അത് ബലരാമനും ബലരാമന്റെ കുടുംബവുമാണെന്ന് പറയുമ്പോ കൺമണി ആകെ ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം ഷൺമുഖദാസ് വക്കീല് സുമിത്രയെയും ബാലുവിനെയും കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. ബലരാമൻ സാഗറിനെ കൊല്ലാനായി മാനസികമായി തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ട വഴികൾ ഇനി ഞാൻ ഒരുക്കി കൊടുത്താൽ മതി. എനിക്ക് കിട്ടിയ സൂചന അനുസരിച്ച് സാഗറും സുജാതയും ഇന്ന് രാത്രി അവിടുന്ന് പുറപ്പെടും. നാളെ രാവിലെ ഇവിടെ എത്തും. അതോടെ സാഗറിന്റെ അന്ത്യമാണ് എന്ന് ഷൺമുഖദാസ് വക്കീല് സുമിത്രയോടും ബാലുവിനോടും പറയുമ്പോ അവർക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, അങ്ങനെ ആ വിധി ദിനം വന്നെത്തിയല്ലേ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. ഇനിയൊരിക്കലും അവനെ പിതൃഭക്തിയും മാതൃഭക്തിയും വരാൻ പാടില്ല എന്നൊക്കെ ബാലുവിനോടും ഷൺമുഖദാസ് വക്കീലിനോടായിട്ട് സുമിത്ര പറയുന്നുണ്ട്. പിന്നീട് ബാലുവിനോട് സുമിത്ര പറയുന്നുണ്ട്, ബാലു മരണക്കിടക്കയിലാണെന്ന് വേണം ബലരാമനെ തോന്നിപ്പിക്കാൻ. അങ്ങനെ വേണം ബാലു അഭിനയിക്കാൻ. അത് കാണുമ്പോ അവന്റെ മനസ്സിളകും. അതോടെ നമ്മുടെ കൂടെ അവൻ തീർച്ചയായും നിൽക്കും എന്ന് സുമിത്ര ബാലുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാലു മരണക്കിടക്കയിൽ മല്ലടിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സുമിത്ര സഹദേവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സഹദേവൻ അപ്പോ തന്നെ ഫോൺ കോൾ ആയിട്ട് ബലരാമന്റെ അടുത്തേക്ക് പോവുകയാണ്. സുമിത്ര അപ്പോ ബാലുവിനെ ബലരാമന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മരണത്തിന് വേണ്ടി മല്ലടിക്കുന്ന വായിൽ നിന്നും ചോര തുപ്പുന്ന രീതിയിലാണ് ബാലു കിടക്കുന്നത്. ഇതെല്ലാം കാണുമ്പോ ബലരാമൻ പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റി തരും. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആ സാഗറിനെ കൊല്ലും എന്ന് ബലരാമൻ ഉറച്ച തീരുമാനത്തോടെ തന്നെ ബാലുവിനോടും സുമിത്രയോടും പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. സാഗറിനെ കൊല്ലാൻ ഒരിക്കലും ബലരാമന് കഴിയില്ല. വീണ്ടും സുമിത്രയും ബാലുവും തോൽക്കാൻ പോവാണ്. കൃഷും കൺമണിയും ഏത് വിധേനയും സാഗറിനെ രക്ഷിക്കും. വീണ്ടും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.